നമ്മൾ ഏലത്തിന് വെള്ളം സ്പ്രിങ്ക്ലർ വഴി അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓസിൻ്റെ കണക്റ്റാണ് പിറ്റേന്ന് 1 ഇഞ്ചിൽ 4 ഇഞ്ചിലോട്ടുള്ള കണക്ട് ചെയ്തേക്കുവാണ്. പിന്നെ കറുത്ത ഓസ് നമുക്ക് 3/4 ഇഞ്ച് ഓസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അത് 3/4 ഇഞ്ച് കണക്ട് ചെയ്തിട്ട് ടീ കണ്ടോ, ആ ടീ 1 ഇഞ്ചിൻ്റെ ടീ ആണ്. അപ്പോൾ 1 ഇഞ്ചിൻ്റെ പൈപ്പിൽ നിന്നാണ് വെള്ളം നമ്മൾ പറമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് ഞങ്ങൾ കണക്ട് ചെയ്ത് വെച്ചേക്കുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം. 3/4 ഇഞ്ചിൽ നിന്ന് ഇത് 1 ഇഞ്ചിൻ്റെ വെള്ളം വരുന്ന മോട്ടറിലോട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ 2 എണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം പീസായിട്ട് മുറിച്ചെങ്കിൽ മാത്രമേ പല സൈഡിലോട്ട് വെള്ളം പോകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അറ്റത്ത് 4 ഇഞ്ചിൻ്റെ ഓസ് കൊടുക്കുമ്പം ഇപ്പം 3/4 ഇഞ്ചിൻ്റെ പൈപ്പിൽ കണക്ട് കൊടുക്കണമെങ്കിൽ അത് ചൂടാക്കണം. മെഴുകുതിരി കത്തിച്ച് വട്ടം കറക്കി അതിച്ചിരി പഴുപ്പിക്കണം. പഴുപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കണക്ടർ അതിനകത്തേക്ക് ടൈറ്റ് ചെയ്ത് കയറ്റുകയാണ്. അപ്പോൾ നമ്മൾ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ ഞങ്ങൾ പറമ്പിലോട്ട് പോവുകയാണ്. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാ വെള്ളം വരുന്ന ഓസ് കാണാം. അപ്പോൾ അതിനകത്ത് കുറേ വെള്ളം കിടപ്പുണ്ട്, നേരത്തെ അടിച്ചത്. അതാ വെള്ളം ഇപ്പം നമുക്ക് ഓസ് മുറിച്ചപ്പോൾ ഞാൻ 1 ഇഞ്ചിൻ്റെ ഓസല്ല നമ്മളത് കണക്ട് ചെയ്യുന്നത്. 1 ഇഞ്ചിൽ നിന്ന് 3/4 ഇഞ്ച് കൊടുത്തിട്ട് 4 ഇഞ്ച് പൈപ്പ് വഴി വെള്ളം കണക്ട് ചെയ്ത് നേരെ പറമ്പിൽ. അപ്പോൾ മോട്ടർ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു 10 കണക്ഷൻ 1 ഇഞ്ചിൻ്റെ മോട്ടറില്ലേ, അതായത് നമുക്കിത് കൂട്ട് 10 എണ്ണം വരെ പിടിപ്പിക്കാൻ പറ്റും. അത് ഇച്ചിരി ടൈറ്റ് ആവണം. അതിനപ്പം ഷിമ്മിക്കൂടിൻ്റെ കോട്ടൺ കൂടുണ്ട്, അത് നമ്മൾ ടൈറ്റ് ചെയ്തങ്ങ് ചുറ്റിയിട്ട് നമ്മൾ നേരെ ഇതാ നമ്മൾ ഏലം നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ ഏലം മൊത്തം നനയ്ക്കാനുള്ള കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് വയ്ക്കണം, അല്ലെങ്കിൽ വെള്ളം ചെതറും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ആ കോട്ടൻ്റെ ഷിമ്മിക്കൂട് ചുറ്റി നല്ല ടൈറ്റാക്കണം. ഇനി അതിലോട്ട് നേരെ 4 ഇഞ്ച് ഓസാണ്. 4 ഇഞ്ച് ഓസ് നമ്മളത് കണക്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ ഓസ് ഇതാക്കാം. 4 ഇഞ്ചിൻ്റെ ഓസാണ് കിടക്കുന്നത്. അതിൻ്റെ അറ്റത്താണ് ഞങ്ങൾ മിസ്റ്റ് പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. ഇനിയിപ്പം അതികൂടെ വെള്ളം വരുന്നത് കാണിച്ചു തരാം. നേരെ വീട്ടിലോട്ട് പോകുന്നു, മോട്ടറിൻ്റെ സ്വിച്ച് ഇടുന്നു, സ്വിച്ച് ഇട്ടു. അപ്പോൾ വെള്ളം കയറിപ്പോകുന്ന പൈപ്പ് ഇതാണ്. ഈ പൈപ്പ് വഴി വെള്ളം നേരെ പറമ്പിലോട്ട് ചെല്ലും. പറമ്പിലോട്ട് ചെന്നിട്ട് ഇപ്പം മിസ്റ്റിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. അതെല്ലായിടത്തോളം കറങ്ങിക്കഴിഞ്ഞാൽ പവർ അത് കാണിക്കത്തുള്ളൂ. ഇതിങ്ങനെ റൗണ്ട് അടിക്കുന്നതാണ്, വെള്ളം കയറി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതങ്ങനെ ആദ്യം കറങ്ങി കാണിക്കുന്നത്. എല്ലായിടത്തും വെള്ളം ചെന്നെങ്കിൽ കറക്റ്റായിട്ടത് വെള്ളം കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ടാങ്കിലോട്ട് വെള്ളം വീഴുന്നു. ഇത് വേറൊരു കുളത്തിൽ നിന്ന് നമ്മൾ അടിക്കുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ഇനി പച്ച ഓസ് ഫുട്വാലാണ്. ഈ ഫുട്വാൽ വഴിയാണ് നമ്മുടെ പറമ്പിലോട്ട് വെള്ളം കണക്ട് ചെയ്ത് കയറിപ്പോകുന്നത്. ഹലോ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.